ഇന്നേ അടുക്കളയിൽ ഇമ്മിണി പണിയുണ്ട്. ഇന്നലെ കുറച്ച് ബീഫ് മേടിച്ചിട്ട് വന്നായിരുന്നു. അത് രാവിലെ എടുത്ത് ഒലച്ച് കഴുകി വെള്ളം വാലാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അതിന് സവാള എടുക്കുമായിരുന്നു. ചുവന്നുള്ളി കുറച്ച് അരിയണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷേ നടക്കത്തില്ല. അതുകൊണ്ട് നമുക്ക് സവാള മതി. പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒക്കെ ചേർത്ത് ബീഫ് വേവിക്കാൻ അങ്ങോട്ട് എടുത്ത് വെച്ചു. അത് അവിടെ ഇരുന്ന് വിസിലടിക്കുമ്പോഴത്തേക്ക് നമുക്ക് രാവിലത്തേക്കുള്ള ദോശ ഉണ്ടാക്കാം. മോനുകുട്ടന് സ്കൂളിൽ പോകണം. കുളിയൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ വരും. ഇന്നലെ ഉണ്ടാക്കിയ സാമ്പാർ ഇരിപ്പുണ്ട് കേട്ടോ. രാവിലത്തേക്ക് കഴിക്കാനുള്ള ദോശ മാത്രമേ ഉണ്ടാക്കിയുള്ളേ. വൈകിട്ട് അമ്മ മോനുകുട്ടൻ വരുമ്പോഴത്തേക്ക് ചൂടോടെ ഉണ്ടാക്കി വെക്കും. മാവ് അവിടെ കൊടുത്തിട്ടാണ് ഞാൻ പോകുന്നത്. പിന്നെ ഞാൻ 2 കപ്പയൊക്കെ എടുത്ത് അരിഞ്ഞ് കഴുകി വേവാൻ വെക്കുന്നുണ്ട്. അപ്പോൾ ഇന്നെന്താ രാവിലെ കാര്യമായിട്ടെന്ന് ചോദിച്ചാൽ, മോനുകുട്ടൻ്റെ റെക്കമെൻഡേഷനിൽ നമ്മളിന്ന് പാൽക്കപ്പയും ബീഫ് കറിയും ഉണ്ടാക്കുകയാണ്. പാൽക്കപ്പയുടെ മാത്രമായിട്ടൊരു ഷോർട്ട് വീഡിയോ ഒക്കെ ഞാൻ നേരത്തെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. മോനുകുട്ടൻ അത് ഭയങ്കര ഇഷ്ടമാണ്. കുറേ ദിവസം കൊണ്ട് എന്നോട് പറയുന്നുണ്ട് വാങ്ങിക്കൊണ്ട് വരണമെന്നൊക്കെ. അപ്പോൾ ഇന്നലെ എന്തായാലും കപ്പയും ബീഫും ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. കപ്പയൊക്കെ ഉപ്പിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. അതിനകത്ത് ചുവന്നുള്ളിയും കാന്താരിയും പച്ചമുളകും ഒക്കെ ചതച്ചതും തേങ്ങാപ്പാലും കൂടിയാണ് ചേർത്തത്. അത് നല്ലപോലെ കുഴച്ചൊക്കെ എടുക്കണം. എൻ്റെ കൈക്ക് അത്ര ബലം പോരാഞ്ഞുകൊണ്ട് നല്ലതുപോലെ ഒന്നും കുഴച്ചെടുക്കാൻ പറ്റിയില്ല. പിന്നെ കടുക് താളിച്ച് ചേർക്കുന്നു, അത്രയേ ഉള്ളൂ. അപ്പോഴത്തേക്കും ബീഫ് കറിയൊക്കെ റെഡിയായി. അപ്പോൾ മോനുകുട്ടന് മാത്രം കഴിക്കാൻ വേണ്ടിയിട്ടല്ല ഇപ്പോൾ ഇത് ഉണ്ടാക്കുന്നൊക്കെ പറഞ്ഞത് കേട്ടോ. അതിൻ്റെ പങ്ക് അവൻ്റെ പ്രിയപ്പെട്ടവർക്കും കൂടി കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിത് പാഴ്സൽ ചെയ്ത് കൊടുത്തു വിടുന്നുണ്ട്. ഇതൊന്നും ആരും ആവശ്യപ്പെടുന്നതൊന്നും അല്ല. മോനുകുട്ടൻ ഇതൊക്കെ വലിയ സന്തോഷങ്ങളാണ്. അവൻ്റെ സന്തോഷത്തിന് കൂടെ നിൽക്കുക എന്നുള്ളത് എനിക്ക് അതിലേറെ സന്തോഷമാണ്. ഇങ്ങനെ ജീവിച്ചിരിക്കുന്നത് പോലും ആ ചിരി കാണാൻ വേണ്ടിയിട്ടാണല്ലോ. പിന്നെ ഞാനും ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഇച്ചിരി കപ്പയും ബീഫ് കറിയൊക്കെ എടുക്കുന്നുണ്ട്.